സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ ഭാഗമാകുന്നവർക്ക് പാചകപ്പുരയിൽ ഒരുങ്ങുന്നത് സ്വാദിഷ്ടമായ രുചികളാണ്. ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെയാണ് നേതൃനിരയിലുള്ളത്. പുറത്ത് കായികമേളയാണെങ്കിലും പാചകപ്പുരയിലെ ചില കായിക പ്രവർത്തനങ്ങൾ കൂടി കണ്ടുവരാം. രാവിലെ പാല്, മുട്ട, ഇടിയപ്പം, ഇഡ്ഡലി തുടങ്ങി നീളുന്ന വിഭവങ്ങൾ. ഉച്ചയ്ക്കും വൈവിധ്യമാർന്ന ഭക്ഷണമാണ്. അപ്പോൾ നമ്മുടെ മെനു എന്തൊക്കെയാണ്? ശരി, ഉച്ചയ്ക്ക് വൈകുന്നേരം നോൺ വെജ് ഐറ്റംസ് എന്തെങ്കിലും രണ്ടെണ്ണം ഉണ്ടാവും. രാവിലെ ഇടിയപ്പം, അപ്പം, ഇഡ്ഡലി, പൂരി, പുട്ട്, കടല, അങ്ങനെ വിവിധങ്ങളായ രീതിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം തന്നെ പാലും മുട്ടയും പഴവും കൊടുക്കുന്നുണ്ട്. പുറത്ത് കായികമേളയാണ്, പാചകം എപ്പോഴും ഒരു കലയാണല്ലോ. ഇതിപ്പോൾ ഒരു കായികാധ്വാനം കൂടി വേണ്ടതാണ്. പാചകത്തിന് കായികാധ്വാനം വേണം, നല്ലോണം വേണം. നല്ല സ്ട്രെയിൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ് നല്ലോണം പാചകം ചെയ്യുന്നത്. പ്രത്യേകിച്ചും നമ്പർ ഓഫ് വോളിയം കൂടുന്തോറും നമ്മുടെ അധ്വാനം കൂടിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് ഏറ്റവും വലിയൊരു 7000 പേർക്കുള്ളത് അല്ലേ? ഇവിടെ ഏതാണ്ട് ഇന്ന് മുതൽ 6000 മുതൽ 7000 വരെ ആൾക്കാർ ഇന്ന് വരുന്നു. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ തീരെ കുറവൊന്നുമില്ല. ഇപ്പോൾ കടയിരിപ്പിലൊക്കെ 4000-നടുത്ത് ആൾക്കാർ വരുന്നുണ്ട് കടയിരിപ്പ് സെൻറ്ററിൽ. പഴയിടത്തിൻ്റെ ഭക്ഷണം കഴിച്ച് എല്ലാവരും അഭിപ്രായം പറഞ്ഞതാണ്. ഇനി ഒരു പുതുമല്ല, പക്ഷേ എന്താണ് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു അഭിപ്രായങ്ങൾ? ഇവിടെ ഇപ്പോൾ അഭിപ്രായത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. കാരണം ഇവിടെ നമ്മൾ മാക്സിമം വോളിയം ഫുഡ് ഉണ്ടാവണം. മാക്സിമം അതിനുള്ള കലോറി കിട്ടത്തക്ക രീതിക്കുള്ള മെനു ക്രമീകരിച്ചിട്ടുണ്ടെന്നുള്ളൂ. അതേ നടന്നോളൂ. അപ്പം അതിന് വേറെന്താ അഭിപ്രായം പറയും? ഉച്ചയ്ക്ക് ബീഫ് കറി ആയിരുന്നു, അത് റെഡിയായി. വൈകിട്ടത്തെ ചിക്കൻ കറി ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ ഇതായിരുന്നു ഏത്തയ്ക്കപ്പം, ഇന്ന് പരിപ്പുവട, നാളെ ഉഴുന്നുവട, മറ്റൊന്നും അറിയില്ല. പിന്നെ പാചകം എല്ലാം നമ്മുടെ മനസ്സ് നല്ലതുപോലെ ചെയ്യുമ്പോൾ അത് കലയാവും. ശരിയല്ലേ? കായികം 11 മണി 12 മണിയൊക്കെ ആവും ഇവിടുന്ന് പോകുമ്പോൾ, കിടക്കാൻ പോകുമ്പോൾ. പിന്നെ 3-3:30 ആകുമ്പോൾ വരും. നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റ്, ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്, എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ലത് നമ്മളിവിടെ വിശ്വസിച്ചാണ്, നമ്മൾ നല്ലതേ പറയുള്ളൂ. എല്ലാ ദിവസവും നോൺ വെജ് എന്തെങ്കിലും ഉണ്ടല്ലോ. സൂപ്പർ എല്ലാം ഓക്കെ. പച്ചക്കറി കൂട്ടുകാർ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പിന്നെ രസമാണെങ്കിൽ അതിനെ കണ്ടിട്ടുണ്ട്. നല്ലതാണ്. പുറത്ത് ട്രാക്കിന് ചൂട് പിടിക്കുമ്പോൾ മത്സരിക്കാൻ എത്തുന്നവർക്കും അത് കാണാൻ എത്തുന്നവർക്കും ഒക്കെ ഇതാ വൈവിധ്യങ്ങളാർന്ന ഭക്ഷണ വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.